മറ്റൊരു എൻട്രൻസ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ബൈനോമിയൽ തിയറം, ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് തോന്നാറില്ല അല്ലേ? വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമിന്, എൻട്രൻസ് എക്സാമിന്. അതും പ്രത്യേകിച്ച് ബൈനോമിയൽ കോയിഫിഷ്യൻസ്. എന്ത് ഈ ബൈനോമിയൽ കോയിഫിഷ്യൻസ്? നമ്മളിപ്പോൾ കേട്ടിട്ടുണ്ട് NC1, NC2, NC3 ഉണ്ടല്ലോ. ഇവരെ വിളിക്കുന്ന പേരാണ് ബൈനോമിയൽ കോയിഫിഷ്യൻസ്. അതിൻ്റെ പ്രോപ്പർട്ടീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ എൻട്രൻസിനും ചോദിക്കും. നിങ്ങളിങ്ങനെ കുറേ ക്വസ്റ്റ്യൻസുകളെ കളക്ട് ചെയ്താൽ എക്സാമിന് നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും ഒന്നും രണ്ടും വെച്ച് നിങ്ങൾക്ക് ആൻസർ കൃത്യമായിട്ട് എഴുതാൻ പറ്റും. നമ്മളിപ്പോൾ +2 എക്സാമിനാകുമ്പോൾ നമ്മൾ എന്താ സാധാരണ ചെയ്യാറുള്ളത്? എല്ലാം അറ്റൻഡ് ചെയ്യും. അറിയത്തില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കും. ഇവിടെ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നിങ്ങൾക്കിവിടെ അറിയാവുന്നതിനാണ് ഇമ്പോർട്ടൻസ്, അറിയാവുന്നതിന് മാത്രം. മറ്റേത് വിട്ടേക്കുക, ചെയ്യരുത്, തുടരുത്. മീൻസ് നെഗറ്റീവ് മാർക്സ് ഉണ്ടെങ്കിൽ നമ്മളെല്ലാം കൂടെ നെഗറ്റീവ് മാർക്ക് എല്ലാം കൂട്ടി അവസാനം മാർക്ക് നമ്മുടെ നെഗറ്റീവായിട്ട് വരും. അതൊരിക്കലും ചെയ്യരുത്. അറിയാവുന്നതിനെ മാത്രം നിങ്ങൾ ആൻസർ ചെയ്യുക, അല്ലാത്തതിനെ വിടുക. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള റാങ്കും കിട്ടും. ഓക്കെ, അങ്ങനെ ചെയ്യാവുള്ളൂ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റൻ എല്ലാവരും ഒന്ന് വായിക്കുക. ദ വാല്യൂ ഓഫ് 49C3 + 48C3 + 47C3 + 46C3 + 45C3 + 45C4. ഇതൊരു പ്രത്യേകത വെച്ചുകൊണ്ട് ചെയ്യുന്ന ക്വസ്റ്റൻ ആണ്. ആൻസറുകളൊക്കെ ഇവിടെയുണ്ട്. ഇതിനുള്ളിൽ നിന്നും ഏതെങ്കിലും ഒന്നായിരിക്കും. അപ്പോൾ നമ്മൾ ആൻസർ ചെയ്യാൻ വേണ്ടി ഞാനൊരു റിസൾട്ട് പഠിപ്പിക്കാൻ പോവാണ്. ശ്രദ്ധിച്ചിരുന്നോണം. NCR + NCR - 1. എല്ലാവരും കേട്ടേ? NCR + NCR - 1 എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും സെയിം നമ്പർ. ഓക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പ്രിഫിക്സിൽ കിടക്കുന്ന രണ്ട് സെയിം നമ്പർ. സഫിക്സിൽ കിടക്കുന്നവരുടെ പ്രത്യേകത ഇത് 6, ഇത് R - 1 എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ ഒന്നിൻ്റെ വ്യത്യാസം. ഇത് 6, 1 കുറഞ്ഞ് R - 1. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആൻസർ ക്യാൻ ബി റിട്ടൺ ആസ് n+1 CR. ഇതാണ് ഇതിൻ്റെ ആൻസർ. n+1. ആ പ്രിഫിക്സിൽ 1 കൂടും. ഓക്കെ, ഇത് എന്നും വന്നാൽ ഇത് n+1 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് അങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരാളുണ്ട്. നിങ്ങൾ നോക്കിക്കേ, ഒരു പേരുണ്ട് കണ്ടോ? ലാസ്റ്റിൽ അതിന് വേണ്ടി അവരിട്ടേന്ന് കണ്ടോ? നോക്കിക്കേ, 45C3 + 45C4 എന്ന് പറഞ്ഞാൽ ഇവരെ നമുക്ക് n ആയിട്ട് ഇവിടെ കരുതാം. 45കളെ n ആയിട്ട് കരുതാം. ഇത് കണ്ടോ, 6 ആണെന്ന് കരുതുക. അപ്പോൾ ഇത് R - 1 ആയിരിക്കുമല്ലോ, 1 കുറവ്. ഓക്കെ ആണല്ലോ. 4 ഇവിടെ കണ്ടോ, 3, 1 കുറവ്. അപ്പോൾ ഈ റിസൾട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പേരാണിത്. അപ്പോൾ ഇവരെ രണ്ടുപേരെയും കൂടെ ചേർത്ത് നമുക്ക് ഈ റിസൾട്ട് ഉപയോഗിക്കാം. ഇതേ പ്ലസ് ഇതേ ഈക്വൽ n+1 CR. അങ്ങനെ വരുമ്പോൾ ഇവരെ രണ്ടുപേരെയും കൂടെ ചേർത്തുകൊണ്ട് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം? 46R. നോക്കിക്കേ, R, ഇവിടുത്തെ R എന്ന് പറഞ്ഞാൽ വലിയ നമ്പർ കണ്ടോ, 6, R - 1. അപ്പോൾ നമ്മൾ എടുത്തത് R - 1 അല്ല, 6-നെയാണ്. അപ്പോൾ ഇവിടെ R വന്നേക്കുന്നത് 4 ആണ്. അപ്പോൾ ഇവരെ രണ്ടുപേരും കൂടെ ചേർത്ത് കണ്ടല്ലോ, 45. അപ്പോൾ ഒന്ന് കൂട്ടി n+1 CR എന്ന് പറയുമ്പോൾ 45 + 1 46C4. ഓക്കെ, അപ്പോൾ ഇവരെ തമ്മിൽ ഇങ്ങനെ കിട്ടി. ഇനി ഇതിനെയും കൂടെ അങ്ങോട്ട് ചേർത്ത് എഴുതുമ്പോൾ എന്ത് കിട്ടും നോക്കിക്കേ? 46C3 + 46C4. ഇവരെയും കൂടെ ചേർത്തു. അപ്പോൾ നമുക്ക് ഇവരെ രണ്ടുപേരുടെ ചേർത്ത് ഇത് കിട്ടി. ഞാൻ ഇതിനെയും കൂടെ ചേർത്തു. അപ്പോൾ 46C3 + 46C4. അപ്പോൾ ഇവിടെ കണ്ടോ, ഈ പ്രിഫിക്സിൽ കിടക്കുന്ന സെയിമാ, 46. ഇത് 3, ഇത് 4. അപ്പോൾ ഇവരെ രണ്ടുപേരും കൂടെ ചേർത്ത് നമുക്ക് ആൻസർ എന്തെഴുതാം? 47C4. ഓക്കെ, 46 + 1 C4. ഇവിടെ 3, 4. അപ്പോൾ നമ്മൾ എഴുതേണ്ടത് വലിയ നമ്പർ 4 ആണ്. ഓക്കെ, അപ്പോൾ അത് കിട്ടി. അപ്പോൾ ഇനി ഇയാളും കൂടെ ചേർക്കുമ്പോൾ എന്ത് കിട്ടും നോക്കിക്കേ? 47C3 + 47C4. അപ്പോൾ അയാളും കൂടെ ചേർത്തു. ഓക്കെ, ഇയാളും കൂടെ ചേർത്തു. അങ്ങനെ വരുമ്പോൾ 47C3 + 47C4 എന്ന് പറയുമ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് 48C4 എന്നായിരിക്കും. ഓക്കെ, 47. ഓക്കെ, ഒന്ന് കൂട്ടുമ്പോൾ 48C4. ഓക്കെ, അടുത്ത ഇയാളും കൂടെ ചേർത്തുകയാണ്. രണ്ട് ഇയാളും കൂടെ ചേർക്കുമ്പോൾ 48C3 + 48C4 എന്നായിട്ട് മാറും. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 48C3 + 48C4 ക്യാൻ ബി റിട്ടൺ ആസ് 49C4. ഓക്കെ, അപ്പോൾ അതുവരെയായി. അടുത്തതിന് 49 ഈ C3 കൂടെ നമ്മൾ ചേർക്കുവാണ്. ദാറ്റ് ഈസ് 49C3 + 49C4. ഓക്കെ, ഇവിടെ കണ്ടോ 49, ഇവിടെ 4, 1 വേറെ 3. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആൻസർ ക്യാൻ ബി ഫൈനൽ 50C4. ഓക്കെ, 49 ആകുമ്പോൾ 49 + 1 ആൻസർ എത്രയാണ്? 50. ദാറ്റ് ഈസ് 50C4. ഓക്കെ ആണല്ലോ, 50C4.
അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഇതാകണമെന്നല്ല ഞാൻ പറഞ്ഞത്, ഇതേപോലത്തെ ഒത്തിരി ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതേപോലത്തെ ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് എപ്പോഴും പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഇത് മാക്സിമം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മീൻസ് പ്രയോജനപ്പെടുന്നതാണെങ്കിൽ നിങ്ങൾ ഒരാൾക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഷോർട്ട് വീഡിയോസുകൾ ഒത്തിരി കുട്ടികൾ കാണുന്നുണ്ട്. ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ അത് കാണുക. അടിപൊളിയായിട്ടുള്ള നല്ല ക്വസ്റ്റ്യനെ സിമ്പിളാക്കി 1 മിനിറ്റിനുള്ളിൽ ചെയ്ത് കാണിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. നല്ല റാങ്ക് എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഗുഡ് ബൈ.